പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിന് പിന്നാലെ വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 700 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 22,350 താഴെ വ്യാപാരം തുടരുന്നു. ക്രൂഡ് ഓയിൽ വിലയിലും ഇടിവ്. വീണ്ടും റെക്കോർഡ് നേട്ടത്തിൽ ആപ്പിൾ. ഐഫോൺ കയറ്റുമതി 1 വർഷം കൊണ്ട് $10 ബില്യൺ കയറ്റുമതി ഉൽപാദനത്തിന്റെ 80% കടക്കുമെന്ന് പ്രതീക്ഷ. രേഖപ്പെടുത്തിയത് ഒരൊറ്റ ബ്രാൻഡഡ് ഉൽപ്പന്നത്തിന്റെ എക്കാലത്തെയും വലിയ കയറ്റുമതി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ വിമാനനിരക്ക് കുത്തനുയരാൻ സാധ്യത. സംഘർഷ മേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടുതൽ റൂട്ടുകൾ എടുക്കുന്നതിന് പിന്ന് വിശദീകരണം. യാത്രാ സമയം ഉയരാനും സാധ്യതയുണ്ടെന്ന് വിമാന കമ്പനികൾ. US ഡോളറിന്റെ ചാഞ്ചാട്ടത്തിനിടയിൽ സ്വർണം വാങ്ങുന്നത് ശക്തമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നടപടി വിദേശ നാണയ കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി. പണപ്പെരുപ്പത്തിനും കറൻസി അപകട സാധ്യതകൾക്കുമുള്ള കരുതലെന്നും വിശദീകരണം. വിജയത്തിന്റെ പാതയിൽ വീണ്ടും ഇന്ത്യൻ ഓഹരി വിപണികൾ. വിപണി മൂലധനത്തിൽ 4ാം സ്ഥാനം തിരിച്ചുപിടിക്കാനൊരുങ്ങുന്നു. ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനികളുടെ മൂല്യം 400 ട്രില്യൺ രൂപയിലെത്തി. മൂല്യനിർണ്ണയത്തിൽ പ്രധാന പങ്ക് വഹിച്ച് വിദേശ ആഭ്യന്തര നിക്ഷേപങ്ങൾ. ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. മിഡിൽ ഈസ്റ്റിൽ അവരുടെ ഒരു സംഘർഷ പശ്ചാത്തലമൊക്കെ പിടിമുറുക്കുകയാണ്. ആ ഒരു സംഘർഷ പശ്ചാത്തലത്തിന് പിന്നാലെ ആഗോള വിപണികളിൽ ഉൾപ്പെടെ തന്നെ ഒരു ഇടിവ് പ്രകടമാണ്. ആ ഒരു ഇടിവ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂചികകളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികളും ഒരു റെഡ് മോഡലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50-ൽ 226 പോയിന്റ് ഇടിവിൽ 22,293 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത് ബാങ്ക് ഓഹരികളിലാണ്. 596 പോയിന്റ് നഷ്ടത്തിൽ 47,968 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. അതുപോലെ നിഫ്റ്റി ഫിനാൻഷ്യൽ ഓഹരികളിലും ആ ഒരു നഷ്ടം പ്രകടമാണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും ഈ ഒരു റെഡ് മോഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പ്രവണത ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 741 ഒരു വലിയൊരു ഇടിവാണ്. 741 പോയിന്റ് ഇടിവിൽ 73,503 പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെയൊക്കെ പശ്ചിമേഷ്യൻ സംഘർഷം അതിന്റെ ഒരു വലിയൊരു മൂർധന്യാവസ്ഥയിലേക്കൊക്കെ എത്തുമോ എന്ന് ആളുകളൊക്കെ തന്നെ ഉറ്റുനോക്കുകയാണ്. ഒരു സംഘർഷ പശ്ചാത്തല സാഹചര്യത്തിൽ US അതുപോലെ തന്നെ ഏഷ്യൻ ഓഹരികളൊക്കെ തന്നെ ഒരു ഇടിവിലാണ് വ്യാപാരം ക്ലോസ് ചെയ്തത്. ആ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രതിഫലിക്കുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ പതിവ് സെഗ്മെന്റാണ് മാർക്കറ്റ് വ്യൂവിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് നമ്മളോടൊപ്പം ചേരുന്നു. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള പോൾ തോമസ് ആണ്. ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ്. നമ്മൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ രാവിലെ തന്നെ ഒരു നെറ്റ് മോഡൽ അല്ലെങ്കിൽ ഒരു റെഡ് സിഗ്നലിലാണ് വ്യാപാരം നടക്കുന്നത്. പ്രധാന കാരണം ഈ പശ്ചിമേഷ്യൻ സംഘർഷം തന്നെയാണോ? മറ്റെന്തൊക്കെ ഘടകങ്ങളാണ് ഇന്നത്തെ വ്യാപാരത്തെ സ്വാധീനിക്കുന്നത്? ഗുഡ് മോർണിംഗ് സൂര്യ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ വളരെ ഗ്യാപ് ഡൗണിലാണ്. അത് ആ ഒരു ഗ്യാപ് ഡൗണിൽ തന്നെ കണ്ടിന്യൂ അല്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് 200 പോയിന്റ് താഴെ ഓപ്പൺ ചെയ്തിട്ട് 230-240 പോയിന്റ് താഴെ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നത്. പ്രധാന കാരണം പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ള അതായത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ആ ഒരു ചെറിയ സംഘർഷം തന്നെയാണ്. പക്ഷെ രണ്ടു കൂട്ടരും വെടി നിർത്തി എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രസ്താവനകൾ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഇസ്രായേല് തിരിച്ച് ഇറാനെ അറ്റാക്ക് ചെയ്യും, അതിനുള്ള ഒരു അവസരം അവർ കാത്തിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്താഗതി പൊതുവെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലുണ്ട്. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം FIIs കഴിഞ്ഞ വെള്ളിയാഴ്ചയും 8,000 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സെല്ലിങ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതിയും മാർക്കറ്റിലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ 2-3 കാരണങ്ങൾ ഒന്നിച്ചു വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ഒരു സെല്ലിങ് വളരെ നല്ലൊരു സെല്ലിങ്ങിലാണ് ഇപ്പൊ മാർക്കറ്റ്. ബാക്കിന്റെ ട്രെൻഡ് പതുക്കെ ചേഞ്ച് ചെയ്തതായിട്ടാണ് തോന്നുന്നത്. നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും നിക്ഷേപകരൊക്കെ തന്നെ മാർക്കറ്റ് വലിയ രീതിയിൽ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഒരു ചാഞ്ചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമോ അതോ ഓഹരി വിപണി തിരിച്ചു കയറുമോ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാം. ഇനി ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞാൽ മോർണിംഗ് ഷോ തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.